ഹലോ, വെൽക്കം ടു ഫോട്ടോച്ചി വ്ലോഗ്സ്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഫോട്ടോച്ചിയിലാണ്. ഫോട്ടോച്ചിയിൽ കുറച്ച് ഫോട്ടോഷൂട്ട്സിന് പറ്റിയ ലൊക്കേഷൻസ് കാണാനാണ് വന്നിട്ടുള്ളത്. ഷാൽ വി ഗോ? ഇത് പീറ്റർ സൈലി സ്ട്രീറ്റിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ഫോട്ടോഷൂട്ടിന് പറ്റിയ ഒരു പ്ലേസ് ആണ്. ഇതൊരു കഫേ ആണ്. റെയിൻ ട്രീ ലാൻഡ് എന്നാണ് പേര്. ഈ സ്ട്രീറ്റിൽ ഒത്തിരി പ്ലേസസ് ഉണ്ട് ഫോട്ടോഷൂട്ടിന് പറ്റിയത്. ഞങ്ങൾ ചെന്നപ്പോൾ കുറച്ച് പേര് ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു. ഇതാണ് റെയിൻ ട്രീ ലാൻഡിൻ്റെ ക്ലോസ് ആയിട്ടുള്ളൊരു ഫോട്ടോ. അടുത്തത് ബാസ്റ്റിൻ സ്ട്രീറ്റ് ആണ്. ഈ സ്ട്രീറ്റ് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു സ്ട്രീറ്റാണ്. ഈ വീട് അറിയാത്ത മലയാളികൾ ആരും ഉണ്ടാവില്ല. നമ്മുടെ ബിഗ് ബി ഫിലിം ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു വീട്ടിൽ വെച്ചാണ്. ഇതിപ്പോൾ ഒരു ഹോം സ്റ്റേ ആണ്. ഇവിടെയും ചെന്നപ്പോൾ കുറച്ച് പേര് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഫോട്ടോച്ചി ഏത് ഏരിയ ചെന്നാലും ഒത്തിരി ആളുകൾ ഫോട്ടോസ് എടുക്കുന്നത് കാണാം. ഏത് സൈഡ് ചെന്നാലും അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവരത് കീപ്പ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഫോട്ടോസ് എടുക്കാനും തോന്നുന്നത്. വാസ്കോ ഡി ഗാമ ചർച്ചിൻ്റെ തൊട്ട് ബാക്ക് സൈഡായിട്ടാണ് ഈ ലൊക്കേഷൻ വരുന്നത്. അടുത്ത് നമ്മൾ പോകുന്നത് വാസ്കോ ഡി ഗാമ ചർച്ചിലേക്കാണ്. ഈ ചർച്ചിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ വൈകാതെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വെക്കേഷൻ ടൈം ആയതുകൊണ്ട് ഇടദിവസമാണെങ്കിലും അത്യാവശ്യം തിരക്കുണ്ട്. അടുത്തത് നമ്മൾ പോകുന്നത് ടവർ റോഡിലേക്കാണ്. ഇതൊരു ഹോട്ടലാണ്. ഓൾഡ് ഹാർബർ ഹോട്ടൽ എന്നാണ് പേര് വരുന്നത്. ഫോട്ടോച്ചി പാർക്കിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് വരുന്നത്. പാർക്കിൽ വർക്ക് നടക്കുവാണെങ്കിലും കുട്ടികളുണ്ട് കളിക്കാൻ വേണ്ടിയിട്ട്. എല്ലാ കല്യാണങ്ങളിലും ഈ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ നിന്നൊരു ഫോട്ടോ മസ്റ്റാണ് കൊച്ചിക്കാർക്ക്. അത്രയും ഫേമസ് ആയിട്ടുള്ളൊരു സ്പോട്ടാണിത്. അടുത്തത് നമ്മൾ പോകാൻ പോകുന്നത് പ്രിൻസസ് സ്ട്രീറ്റിലേക്കാണ്. ഈ സ്ട്രീറ്റിലെ മെയിൻ അട്രാക്ഷൻ ഈ ഒരു കഫേ ആണ്. ഫോട്ടോഷൂട്ടിന് വരുന്നവരാണെങ്കിൽ രാവിലെ ഒരു 8 മണിക്ക് മുമ്പ് വരാൻ ശ്രമിക്കുക. കാരണം വെയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഫോട്ടോഷൂട്ട്സ് ഒന്നും നമുക്ക് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ.